ചോദ്യമാണ്. ആസിയ മാഡം, ഞാൻ നിങ്ങളോട് ചോദിച്ചത് പർദ്ദയെ കുറിച്ചായിരുന്നു. പർദ്ദ അപകർഷതാബോധമാണോ അതല്ല സുരക്ഷിതത്വ ബോധമാണോ? എന്താണ് നിങ്ങൾക്ക്? നല്ല സുരക്ഷിതത്വ ബോധം, വളരെ അഭിമാനവും തോന്നുന്നു. കോൺവെന്റിലായിരുന്നപ്പോൾ വൈറ്റ് ഡ്രസ്സാണ് ഉപയോഗിച്ചിരുന്നത്. ഇതുപോലെ കൈ നീളമുള്ള ഡ്രസ്സ്, ഇറക്കമുള്ള ഡ്രസ്സ്, കഴുത്ത് മാത്രം മറവില്ല, അത്രേ ഉള്ളൂ. പക്ഷെ ഇസ്ലാം വേഷം വൈറ്റ് ഡ്രസ്സ്, പക്ഷെ നമ്മള് കഴുത്ത് മറയില്ല, ബാക്കി എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പർദ്ദ ഉപയോഗിക്കാൻ എനിക്ക് അധികം ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പക്ഷെ അതിലും വളരെയേറെ സുരക്ഷിതത്വം ഈ പർദ്ദയിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്, വളരെ അഭിമാനത്തോടെയാണ്. ഇനി ചർച്ചയുടെ വീക്ഷിക്കാൻ എത്തിയവരും ഇതുപോലെ പാരമ്പര്യ വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാം മതത്തെ സ്വീകരിച്ചവരാണ്. അവർ പല കാരണങ്ങളുണ്ടാവാം അവർക്ക് മതം മാറ്റുവാനും അവരുടെ മതം മാറി മറ്റൊരു മതത്തെ സ്വീകരിക്കുവാൻ. നമുക്ക് നോക്കാം എന്താണ് അവരുടെ കാരണം, എന്തുകൊണ്ട് അവർ ഇസ്ലാം സ്വീകരിച്ചു. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എൻ്റെ പേര് ആസിയ. ഞാൻ 10 വർഷമായി ഇസ്ലാം മതം സ്വീകരിച്ചിട്ട്. ഞാൻ ഒരു ഇസ്ലാമിലേക്ക് വന്നൊരു വ്യക്തിയുടെ ജീവിതം കണ്ടുകൊണ്ടാണ് എനിക്ക് അവരുടെ ജീവിതത്തിലെ ചര്യ, അവർ എങ്ങനെ ഓരോ രാവിലെ എണീറ്റിട്ടുള്ള പ്രയർ, എല്ലാ കാര്യങ്ങളിലെയും ഇത് കണ്ട് ഞങ്ങൾ അത് ശ്രദ്ധിച്ച് എനിക്ക് ചോദിച്ചു എന്താണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ തോന്നി. ചോദിച്ചു, അവരെനിക്ക് വ്യക്തമായ ഒരു മറുപടി തന്ന് അൽഹംദുലില്ലാഹ് എനിക്ക് ഹിദായത്ത് അങ്ങനെ കിട്ടി. ഞാനത് വീട്ടിൽ പറഞ്ഞിട്ടില്ല, മറച്ച് നിന്ന് ഞാൻ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റെ വിശ്വാസം കണ്ടിന്യൂ ചെയ്തു പോന്നു. അങ്ങനെ ഒരു കുറേ വർഷങ്ങൾ, ഒരു 4-5 വർഷത്തോളം അങ്ങനെ ഞാൻ കണ്ടിന്യൂ. വീട്ടിലാരും അറിഞ്ഞില്ല. നോർമലി എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ സാധാ അവരുടെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സ് ധരിച്ചു. തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ ഇസ്ലാമിക വേഷം, യൂണിഫോം. പക്ഷേ എനിക്ക് മാറ്റാൻ സാധിച്ചില്ല. പിന്നീട് എനിക്ക് വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറേണ്ടി വന്നപ്പോൾ അൽഹംദുലില്ലാഹ് എൻ്റെ ഡ്രസ്സിലെല്ലാം മാറ്റവും വന്നു. ഫുൾ ദീനീപരമായിട്ട് ജീവിക്കാൻ എനിക്ക് സാധിച്ചു. അതിനിടയിൽ എൻ്റെ വീട്ടിൽ എനിക്ക് വിവാഹം ആലോചിച്ചപ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. വീട്ടിൽ മദർ മാത്രമായിരുന്നു. ആ സമയത്ത് അവരുടെ വിശ്വാസപ്രകാരം വിവാഹം കഴിക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ അവർ നിർബന്ധിക്കാൻ തുടങ്ങി. എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ടായില്ല. പക്ഷെ അൽഹംദുലില്ലാഹ് പടച്ചോൻ എനിക്ക് അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിട്ടു. ആ സമയത്ത് എൻ്റെ ഇസ്ലാമികപരമായിട്ടുള്ള നല്ലൊരു വിവാഹ ജീവിതം എനിക്ക് കഴിയുകയും ചെയ്തു. ഇത്രയും വർഷമായിട്ട് ആ ഒരു വിശ്വാസം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ 10 വർഷത്തോളം ദീനിൽ നിന്ന് പുറത്തേക്ക് പോകാനോ ഒരു രീതിയിലും എനിക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. എൻ്റെ വിശ്വാസം ആ ഇസ്ലാമികപരമായിട്ടുള്ള ജീവിതം ഇതുവരെ നയിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. എൻ്റെ പേര് കമറുദ്ദീൻ. 18 വർഷമായി ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ട്. ഹൈന്ദവ മതത്തിലെ ഏറ്റവും അടിസ്ഥാന വർഗത്തിലാണ് ഞാൻ ജനിച്ചത്. ഒരു SC കുടുംബത്തിലാണ്. സത്യത്തിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു മതം എന്ന് പറഞ്ഞാൽ ക്രിസ്തു മതമായിരുന്നു. അതിനെക്കുറിച്ച് പഠിക്കുകയും അവിടെയും എൻ്റെ ജീവിതത്തിലുള്ള ഈ ഒരു അവസ്ഥകൾ, ഈ ബഹുദൈവാരാധനയും പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെയും ഒരു നല്ലൊരു അവസ്ഥ കിട്ടാതെയാണ് ഞാൻ വീണ്ടും ഈ പഠനം ആരംഭിക്കുന്നത്. എന്തായാലും ഞാൻ എൻ്റെ വായനയിൽ ആണ് ശരിക്കും സത്യത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് വളരെ മോശമായ ഒരു ധാരണയായിരുന്നു മുമ്പുണ്ടായിരുന്നത്. ആ ഒരു ധാരണ വെച്ച് നടക്കുന്നതിൽ ഇടയ്ക്ക് തന്നെ എൻ്റെ വായനയിൽ ആണ് ഇസ്ലാം എൻ്റെ മനസ്സിൽ വരുന്നതും പിന്നെ ആ രീതിയിലുള്ള പഠനം ആരംഭിക്കുന്നതും. അങ്ങനെ ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഒരു ഖുർആൻ പഠന സംരംഭത്തിൽ 2 വർഷത്തിലേറെ അവിടെ നിന്ന് ഞാൻ പഠിക്കുകയും എൻ്റെ വീട്ടുകാർക്ക് അറിയാം ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് മുമ്പ് തന്നെ അല്ല അതല്ല, എന്താണ് ഇത് എന്ന് അറിയാൻ വേണ്ടി മാത്രം പഠിച്ചതാണ്. സ്വീകരിക്കാൻ എന്നുള്ളത് എൻ്റെ മനസ്സിലൊരു ഉദ്ദേശിച്ചൊരു കാര്യമല്ല. ശരി, സത്യത്തിൽ ഇസ്ലാമിനെ കുറിച്ച് ഞാൻ പഠിച്ചതൊക്കെ വളരെ മോശമായ രീതിയാണ്. കാരണം അവിടെയും ചന്ദനത്തെയും നേർച്ചയും വഴിപാടുകളും ആണ്ടും നേർച്ചയൊക്കെ ഉള്ളതാണ്. എൻ്റെ വീട്ടിൽ അതേ അവസ്ഥ അവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതറിയാൻ വേണ്ടി പഠിച്ചാണ് സത്യത്തിൽ. അപ്പം ആ ഒരു അറിവിൻ്റെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ 2 വർഷത്തേറെ എൻ്റെ വീടിൻ്റെ തൊട്ടിൻ്റെ അനുസരിച്ച്. അതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് അറിയാൻ, എല്ലാവർക്കും അറിയാം. ആ അറിവിൻ്റെ ആ പഠനത്തിൻ്റെ ഭാഗമായാണ് ഞാൻ അന്വേഷിക്കുന്ന ഒരു ദൈവവിശ്വാസത്തിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. അപ്പോഴാണ് സത്യത്തിൽ ഞാൻ എന്താണ് യഥാർത്ഥ മതം എന്നും എന്താണ് ദൈവമെന്നും എന്നെ സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവും കാര്യങ്ങളും ഞാൻ ആ സമയത്താണ് പഠിക്കുന്നത്. അല്ലാതെ ഞാൻ അതുവരെ സത്യത്തിൽ ഇതുവരെയുള്ള ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിൽ പറയാവുന്ന രീതിയിൽ പറയുന്ന പോലെ ആരെങ്കിലും സംസാരം കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കാസറ്റ് കൊണ്ടോ
അല്ലെങ്കിൽ പറഞ്ഞ പോലെ ആരെങ്കിലും നോട്ടം കൊണ്ടോ അങ്ങനത്തെ ഒരു രീതിയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഖുർആൻ പഠനമാണ്, ഈ പഠനം മാത്രമാണ് ശരിക്കും. കുടുംബ ബന്ധം എങ്ങനെയാണ്? കുടുംബ ബന്ധം ഇപ്പോഴും ഒരു പ്രയാസമില്ലാതെ. അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല, ആരും സ്വീകരിച്ചില്ല. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. ഞാൻ വലിയൊരു കുടുംബമാണ്. എൻ്റെ 10 മക്കളാണ് എൻ്റെ അമ്മയ്ക്കുള്ളത്. 7 ആണുങ്ങളും 3 പെണ്ണുങ്ങളാണുള്ളത്, സ്ത്രീകളുള്ളത്. അതുകൊണ്ട് അവരോടൊക്കെ നല്ല ബന്ധമുള്ളത്. ഇപ്പോൾ ഞാൻ ഒരു ദൂരയാത്രയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഭാര്യൻ്റെ അടുത്ത് പിന്നെ എൻ്റെ പെങ്ങളാണ് രാത്രി വന്ന് കിടക്കാറുള്ളത്. അത്രയും ബന്ധമാണ് എപ്പോഴും. ഞങ്ങൾ എൻ്റെ വീടും എൻ്റെ ഭാര്യ വീടുമായി ബന്ധപ്പെട്ട് അവരിങ്ങോട്ടും നല്ല ബന്ധമാണ്. 2 കുടുംബങ്ങളിൽ മാത്രമേ ഉള്ളൂ, നല്ല ബന്ധമാണുള്ളത്. എൻ്റെ പേര് നസീബ എന്നാണ്. ഇസ്ലാം സ്വീകരിച്ചിട്ട് 11 വർഷം. എന്താണ് ഇസ്ലാം സ്വീകരിക്കുവാനുള്ള കാരണം? ഇത് ക്രിസ്തു മതത്തിൽ നിന്നാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. യേശുക്രിസ്തു ദൈവമാണെന്നോ യേശുക്രിസ്തുവിനെ ആരാധിക്കണമെന്നോ യേശുക്രിസ്തു പഠിപ്പിച്ചതായി ബൈബിളിലെവിടെയും ഞാൻ കാണുന്നില്ലായിരുന്നു. ഇത് തന്നെയാണ് ഇസ്ലാമിക വിശ്വാസവും. എന്നാൽ ക്രിസ്തു മതത്തിൽ യേശുക്രിസ്തു ഉൾപ്പെട്ട ഒരു ദൈവസങ്കല്പമാണുള്ളത്. ഇതാണ് എന്നെ ക്രിസ്തു മതത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് എത്തിച്ചത്. പൊതുവെ പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഇസ്ലാം എന്നുള്ളത് സ്ത്രീയെ അടിച്ചമർത്തുന്നു, അവൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല, അവൾ പീഡിപ്പിക്കപ്പെടുകയാണ് പർദ്ദക്കുള്ളിൽ. എന്ത് പറയുവാനുണ്ട്? ഇല്ല, എനിക്കൊരിക്കലും അങ്ങനെ അതിനോട് യോജിപ്പില്ല. ഏറ്റവും സ്വാതന്ത്ര്യമാണ് ഇതിൽ കൂടെ ലഭിക്കുന്നത്. പർദ്ദ ധരിച്ചതിലൂടെ ഏറ്റവും നല്ല സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്.